ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ ഗുലാം ഹുസൈൻ കൊളക്കാടനാണ്. കഴിഞ്ഞ 20 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തോളമായി അദ്ദേഹം മലബാറിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. ഗ്ലോബൽ പ്രവാസി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകനും പ്രഥമ പ്രസിഡന്റും വേൾഡ് പ്രവാസി ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയും ഡ്രീം ചാലിയാറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും NCPയുടെ തിരുവമ്പാടി ബ്ലോക്ക് പ്രസിഡന്റുമാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ലോക കേരള സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ലോക കേരള സഭ എങ്ങനെയാണ് പ്രവാസികൾക്ക് ഗുണപ്രദമാവുന്നതെന്നാണ് അങ്ങയുടെ അഭിപ്രായം? ഇപ്പോൾ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം പ്രവാസികൾക്ക് വേണ്ടി, ലോകത്തുള്ള എല്ലാ മലയാളി പ്രവാസികൾക്കും വേണ്ടി ഒത്തുകൂടുക, അതോടൊപ്പം തന്നെ അവരെ ആശങ്കയും അവരെ ആഗ്രഹങ്ങളും അവരെ അഭിലാഷങ്ങളും സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വേദി ഉണ്ടാകുന്നത് ലോകത്ത് തന്നെ കേരളത്തിലായിരിക്കും. അതിന് ഇടതുപക്ഷ സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയെയും അഭിനന്ദിക്കുക തന്നെ വേണം പ്രവാസ ലോകത്ത്. അതുകൊണ്ടുള്ള ഗുണം 103 രാജ്യങ്ങളിലുള്ള പ്രവാസികൾ അവരുടെ ആ നാട്ടിൽ നടക്കുന്ന അവരുടെ ആവശ്യങ്ങൾ, അവർ തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവിടുത്തെ തൊഴിൽ പ്രതിസന്ധികൾ, നിയമപ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്ത് ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന സാധനം സംസ്ഥാന സർക്കാർ പരിഹരിക്കുകയും അതിനപ്പുറമുള്ള സാധനങ്ങൾ കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. ഈ ലോക കേരള സഭയെ കൊണ്ട് എങ്ങനെയാണ് കേരളത്തിന് ഗുണമുണ്ടാവുക? കേരള സർക്കാർ ഇപ്പോൾ ചെയ്തൊരു നല്ല കാര്യമുണ്ട്. കേരള ലോകസഭയുടെ ഭാഗമായിട്ട് ഒരു കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനി കേരളത്തിലെ വികസനത്തിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കുകയും ആ പ്രൊജക്റ്റിലേക്ക് ഈ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും, കേരളത്തെ സ്നേഹിക്കുകയും കേരളത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവാസികളുടെയും ഇൻവെസ്റ്റ്മെൻ്റ് എത്തിക്കുകയും അവരോടൊപ്പം തന്നെ അവർ തിരിച്ചു വരുമ്പോൾ അവർക്കൊരു ജോലിയും വരുമാനവും ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് നാട്ടിൽ നിൽക്കാനുള്ള അസ്തിത്വം, ഞാൻ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഞാനൊരു കേരളക്കാരനാണ് എന്ന് തോന്നുന്ന രീതിയിൽ ശിഷ്ടജീവിതം ചെലവഴിക്കാനുള്ള ഒരു ആധികാരികമായിട്ടൊരു ഫോറം അല്ലെങ്കിൽ ഒരു സംവിധാനമായിട്ടായിരിക്കും ലോകസഭ ഭാവിയിൽ വരാൻ പോകുന്നത്. നമ്മൾ ഈ ലോക കേരള സഭയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് അതൊരു ധൂർത്ത് പരിപാടിയാണ്. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? നമ്മളിപ്പോൾ ഓരോ കല്യാണങ്ങളൊക്കെ നടത്താറുണ്ട്. അത് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ എനിക്ക് കഴിയാത്തൊരു സാധനം നമ്മൾ കാണുമ്പോൾ അത് ദൂർത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ആർഭാടമായിട്ടൊക്കെ തോന്നിയിരിക്കുക. പക്ഷേ ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ അത് 100% സർക്കാരിൻ്റെ പദ്ധതിയൊപ്പം തന്നെ സ്പോൺസർമാർ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം ഭക്ഷണം, റൂം, ഇതൊക്കെ സ്പോൺസർ. പക്ഷേ ലോകത്തുനിന്ന് വരുന്ന ആളുകൾ, അവർ വിമാന ടിക്കറ്റ് എടുത്ത് വരുന്ന ആളുകൾക്ക് അവർക്ക് മാന്യമായൊരു സ്വീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. കേരളത്തിലെ അംബാസിഡർമാരാണ് പ്രവാസികൾ. ഇന്ന് ഈ കാണുന്ന എല്ലാം A to Z വരെ കേരളത്തിലെ 70-കളുടെ മുമ്പുള്ള ഒരു കേരളവും പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷമുള്ള കേരളവും നമ്മൾ തട്ടിച്ചു നോക്കുക. 80-ലൊരു വിഭാഗം, 90-കളിലൊരു വിഭാഗം, 2000-ൽ വേറൊരു പ്രവാസികൾ, 2000 മുതൽ പിന്നെ ഇറാഖ് കുവൈത്ത് യുദ്ധത്തിന് ശേഷമുള്ള ഒരു പ്രവാസ ലോകമുണ്ട്. ആ പ്രവാസ ലോകത്തിൻ്റെ ഏറ്റവും ഗുണകരമായ അസ്തിത്വം കിട്ടിയ സ്ഥലമാണ്, അല്ല അതിൻ്റെ ഒരു അംഗീകാരവും അതിൻ്റെ ഗുണവും കിട്ടിയ സ്ഥലം മലബാറാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ പ്രവാസി ഇൻവെസ്റ്റ് വരികയും 2000-ന് ശേഷമുള്ള പ്രവാസ ലോകത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും ഈ മലബാറിനെ വികസിതമായ ഒരു സംവിധാനമായി മാറ്റിയെടുക്കാൻ പ്രവാസികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് സർക്കാർ ഇതൊന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഇതൊരു പ്രൊഡക്റ്റീവായ രീതിയിലേക്ക് ഈ ഫണ്ട് മാറണം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ അടുത്ത 1-2 വർഷം, 2-3 ലോക കേരള സഭയുടെ സെഷൻ കഴിയുമ്പോഴേക്ക് ഇതൊരു വികസന കേരളത്തിൻ്റെ ആധികാരികമായിട്ടൊരു ബോർഡായിട്ട് മാറാനുള്ള സാധ്യത വലുതാണ്. അതിന് ഇച്ഛാശക്തി സർക്കാർ കാണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വാസം. ഇപ്പോൾ ഏറ്റവും അധികം വലിയൊരു പ്രതിസന്ധിയുള്ള മേഖലയാണ് പ്രവാസികളുടെ പുനരധിവാസം. അപ്പോൾ താങ്കൾക്കറിയാം, താങ്കളൊരു പ്രവാസിയായിരുന്നു, 20 വർഷക്കാലത്തോളം സൗദിയിൽ അങ്ങ് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന പ്രവാസികളുടെ പുനരധിവാസം ഒരു വലിയ പ്രശ്നമായിട്ട് കേരളത്തിന് മുമ്പിൽ നിലനിൽക്കുകയാണ്. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് അങ്ങയുടെ അഭിപ്രായം?
ഇതുതന്നെയാണ് കേരളത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം 40, 50, 55 വയസ്സ്, മാക്സിമം 55 വയസ്സ് വരെ പ്രവാസിയോടെ ജീവിക്കുക. അത് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് നാട്ടിൽ ജീവിക്കുക എന്ന ലക്ഷ്യത്തോട് തിരിച്ചു വരികയാണ്. അതൊരു വിധം PSC, ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ PSC അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടാണ് വരിക എന്നുള്ള പറഞ്ഞത്. PSC എന്ന് പറഞ്ഞാൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ മൂന്നും ഉണ്ടാവും ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ പ്രവാസി സംബന്ധിച്ചിടത്തോളം. അവരുടെ ധാരണയിൽ എൻ്റെ ഉള്ള സമ്പാദ്യം, എൻ്റെ ഉള്ള സ്വത്ത്, ഇതൊക്കെ ഇനി എനിക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കരുത്തുണ്ട് എന്ന് വിശ്വസിച്ച് വരുമ്പോൾ ഇവിടെ ഇവർ സത്യസന്ധമായി ജോലി ചെയ്ത് 10, 30 വർഷം അല്ലെങ്കിൽ 35 വർഷം സത്യസന്ധമായി ഒരു കളങ്കമില്ലാതെ ജോലി ചെയ്ത് നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ സ്വഭാവങ്ങളൊക്കെ മാറി തിരിച്ചു വരുന്ന ആളുകൾ നമ്മൾ നാട്ടിലെത്തുമ്പോഴേക്ക് ഒരു വില്ലേജ് ഓഫീസിൽ പോകുമ്പോഴേക്ക് ഇവരെ മടുക്കും. ഒരു പേപ്പർ കിട്ടണമെങ്കിൽ 10 പ്രാവശ്യം നടത്താതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോഴേക്ക് ഇവരെ മാനസികമായിട്ട് തകർന്ന് അവസാനം ഇവരെന്ത് ചെയ്യിച്ചാൽ പഴയ ഒരു 15 വർഷം മുമ്പാണെങ്കിൽ വേഗം തിരിച്ച് ഉംറൻ്റെ വിസ എടുത്ത് വിസ അടിച്ചിട്ട് ജിദ്ദയിലേക്ക് കയറി പോകും. അവിടെ എന്തെങ്കിലും ഹൗസ് ഡ്രൈവർ ജോലിയോ 5000, 10,000 ഒക്കെ അറിയാൻ ശമ്പളമുള്ള ആൾക്കാർ പിന്നെ 600 ജോലി ചെയ്യാണ്. അപ്പോൾ ഇവരോട് ചോദിക്കുക, ഇവർ പറയും നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, വരുമാനമല്ല, ഉള്ളതൊക്കെ പോയി. ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ലോക കേരള സഭയിലെ ചർച്ചകൾ നടക്കുന്നത്. കാരണം ഇവർക്ക് ഒരു 10 ലക്ഷം റുപ്യയായിട്ട് വരുന്ന ഒരാൾക്ക് അവർക്ക് ബിസിനസ് ചെയ്യണം. ആ ബിസിനസ് ശക്തമായിട്ട് മോട്ടിവേഷനിലൂടെ ഇന്ന ബിസിനസ് ചെയ്താലേ നിങ്ങൾ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ആ ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ അവർ അവിടെ എടുത്ത ജോലി എന്താണോ ആ ജോലി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നല്ല സ്കില്ലുള്ള ആളുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ തെങ്ങുമ്മ കയറുന്ന ജോലിയുള്ള ആൾക്കാരായിരിക്കും ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നത്. പക്ഷെ അവർ തിരിച്ചു വരുന്ന എഞ്ചിനീയറായിട്ടാണ്. എല്ലാ ജോലിയും പഠിച്ചിരുന്നു. ഇപ്പോൾ കുവൈത്തിലായാലും സൗദിയിലായാലും അവിടെയൊക്കെ അഗ്രികൾച്ചർ മേഖലയിൽ ഫാൻറ്റും കോട്ടും അണിഞ്ഞ ആളുകൾ ജോലി ചെയ്യാണ്. ഹൈടെക് മെഷീനറി വെച്ചിട്ട് ജോലി ചെയ്തിട്ട് അവിടുത്തെ പച്ചക്കറിയൊക്കെ ഉണ്ട്. ആ മരുഭൂമിയിലാണ് പച്ചക്കറി ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ആളുകൾ അത് പഠിച്ച് എല്ലാ മെഷീനറി ഓപ്പറേറ്റ്, എല്ലാ ടെക്നോളജി ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ഒന്നും അറിയാം, ഒരു പാസ്പോർട്ട് എടുത്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അവർ തിരിച്ച് വരുന്ന ആ സ്കില്ലും അവരിലുള്ള സമ്പത്തും ആ ജോലി ചെയ്യാനുള്ള ആർജവും ആ സമരമില്ലാത്ത ജോലി, ലീവില്ലാത്ത ജോലി ചെയ്യാനുള്ള അവരുടെ കഴിവ് കേരളത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ, സമ്പത്ത്, അവരുടെ സ്കില്ല്, അവരുടെ മനസ്സ്, ഇത് 3 ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിന് ഇന്ന് ഒരു രാജ്യത്ത് ഒരു ലോക ബാങ്കിൽ നിന്നോ ജപ്പാനോ ഒന്നും കടം വാങ്ങേണ്ട ഒരു ആവശ്യമോ ഇല്ല. 1.5 ലക്ഷം കോടി രൂപയുടെ മുകളിൽ ഒരു വർഷം ഇവിടെ ഔദ്യോഗികമായിട്ട് വരുന്നുണ്ട് ഇന്നറിയ അക്കൗണ്ടിൽ തന്നെ. അത് മാത്രം ഉപയോഗപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചാൽ, അതിന് ഇച്ഛാശക്തി കാണിച്ചാൽ കേരളം മറ്റൊരു സിംഗപ്പൂരാൻ വലിയ താമസം ഉണ്ടാവില്ല. ജോലി ചെയ്യാൻ ഇവർക്കറിയാം, പൈസയുണ്ട്, ജോലിയുണ്ട്, സാങ്കേതിക സഹായങ്ങളാണ് സർക്കാർ ചെയ്തു തരുന്നത്. എന്നാൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും. അതിന് ലോക കേരള സഭ ഒരു കാരണമായി തീരും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വാസം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നീറുന്ന നിരവധി വിഷയങ്ങളുണ്ട്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗത്തെ പോലെ തന്നെ വളരെയധികം പ്രയാസങ്ങൾ, അതിൽ ഉപരിയായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രവാസി സമൂഹം. അപ്പോൾ അവരുടെ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് അങ്ങേക്ക് സർക്കാരിന് മുമ്പിലായിട്ട് നിർദ്ദേശിക്കാനുള്ളത്? 90% വരുന്ന പ്രവാസികളും സാധാരണ പ്രവാസികളാണ്. മാക്സിമം 2000 റിയാലിൻ്റെ അടുത്ത് ശമ്പളം, ഒരു 2 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങുന്ന, അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് കൂടുതലുണ്ടാവുക. മറ്റേ 10% നമ്മളെ യൂസ്വലിൻ്റെ ടൈപ്പിനെ പോലത്തെ വ്യവസായികളും ചെറിയ വ്യവസായികളൊക്കെ അങ്ങോട്ട് പോകും. ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൻഷനുകൾ, ഇപ്പോൾ റേഷൻ കാർഡിൽ NRI നാണ്ടാകുക, യൂസ്വലിൻ്റെ റേഷൻ കാർഡിൽ NRI നാണ്ടാകുക. അപ്പോൾ അത് മാറ്റിയിട്ട് ആദ്യമായിട്ട് ഇവർ നാട്ടിലെ കൂലിയോ ബിസിനസ്സോ തൊഴിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ കിട്ടും. NRI കണ്ടു കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടൂല, അങ്ങനെ കുട്ടികളെ സ്കൂളിൽ ചേർത്താൻ കഴിയില്ല, അങ്ങനെ കുറേ വിഷയമുണ്ട്. അപ്പോൾ ഈ NRI നിന്നില്ല ആദ്യം മാറ്റുക, പ്രവാസികളെ കാർഡിൽ നിന്ന് NRI നിന്ന് മാറ്റിയിട്ട് സാധാരണ നാട്ടിലെന്താണോ ജോലി, കൂലി, കൃഷി എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരിക. 2, ആരോഗ്യ ഇൻഷുറൻസിന് പുറത്താണ് ഇപ്പം പ്രവാസികൾ. കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അവസാനം സർക്കാർ ജീവനക്കാർക്ക് വരെ ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ കൊടുക്കുന്നുണ്ട്. പ്രവാസികളെയും കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം ചെയ്യുക. അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ, പ്രവാസി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെങ്കിലും ഈ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. പിന്നെ ഇവിടുത്തെ അംബാസിഡർമാർ എന്നൊരു വിഭാഗമുണ്ട്. നമ്മളൊക്കെ 3 തലമുറ അപ്പുറമുള്ള പ്രവാസികൾ. ഇവിടുന്ന് കപ്പലിൽ പോയി, അല്ലെങ്കിൽ ഉരൂര് പോയി, ഗുർഫുഖാൻ കടപ്പുറത്ത് ഇറങ്ങി കിലോമീറ്ററോളം നടന്ന് ദുബായിലെത്തിയ, അന്നൊന്നും റോഡില്ല, അത്രയും കഷ്ടപ്പെട്ട് ഉള്ള സ്ഥലങ്ങളാണ്, മലകളും കുന്നുകളും കയറി ഇറങ്ങി ദുബായിലെത്തിയ കുറേ ആളുകളുണ്ട്. അവരിപ്പോൾ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു ടീമാണ്.
ഏതെങ്കിലും വീടിൻ്റെ റൂമിലുണ്ടാവും, അല്ലെങ്കിൽ മരണത്തിൻ്റെ കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഒറ്റത്തവണ കോൺട്രിബ്യൂഷനിൽ ഒരു മാന്യമായ പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ അവരെ ബഹുമാനിക്കുക. അവർ പോയി കഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് ആ പാത തുറന്നത്, അല്ലെങ്കിൽ ഗൾഫ് ഉണ്ടാവില്ല. അത്രയും അവർ റിസ്ക് എടുത്തിട്ടാണ് അവരവിടെ എത്തിപ്പെട്ടത്. അവരെ ബഹുമാനിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ മാറണം. അത് ഞങ്ങൾ ലോക സഭയിൽ ആവശ്യപ്പെട്ടൊരു സാധനമാണ്. പിന്നെ പെൻഷൻ ഇപ്പം കൊടുക്കുന്ന പെൻഷന് അത് 10,000 രൂപയായിട്ട് ഉയർത്തും. ഇപ്പോൾ എത്രയാണ് പെൻഷൻ? ഇപ്പം 3,000 കൊടുക്കുന്നത്, 10,000 രൂപയായിട്ട് ഉയർത്തും. ഇതേ കോൺട്രിബ്യൂഷനിൽ 300 രൂപയാണ് ഇപ്പോൾ അടക്കുന്നത്. പിന്നെ പെൻഷൻ കൊടുക്കാനുള്ള സാങ്കേതിക വിഷയങ്ങൾ പരിഹരിക്കുക. പ്രധാനപ്പെട്ടൊരു വിഷയം, ഈ കോൺട്രിബ്യൂഷൻ അടവ് തെറ്റിക്കഴിഞ്ഞാൽ 1 വർഷം 2 വർഷമോ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അടവ് തെറ്റിപ്പോകും. അങ്ങനത്തെ ആൾക്കാർക്ക് പിഴ പലിശ ഒഴിവാക്കിയിട്ട് 2-3 വർഷം അടക്കാത്ത ആൾക്കാരെയും ഒറ്റ തവണ ഇതൊന്നായി അടച്ചിട്ട് പിഴ ഒഴിവാക്കിയിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ അടച്ച പൈസ തിരിച്ചു കിട്ടാത്ത ആൾക്കാർ കുറേ ഉണ്ട്. പെൻഷനും ഇല്ല, അടച്ച പൈസ തിരിച്ചു കിട്ടുന്നുമില്ല. അങ്ങനെ കുറേ പെൻഷൻ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സർക്കാർ അടിയന്തര ഇടപെട്ടുകൊണ്ട് പെൻഷൻ സുതാര്യമാക്കി എല്ലാ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പ്രവാസികൾക്കും പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് സർക്കാർ എത്തിപ്പെടും. ഈ 3-4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുക. പിന്നെ പ്രവാസ ലോകത്തിൽ അവരെ ഫണ്ട് വിനിയോഗിക്കാനുള്ള പ്രവാസി പുനരധിവാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് അവരെ ഫണ്ട് ഈ ബോർഡിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളത്തിന് വികസനം നടത്തുകയും അതോടൊപ്പം ഇവർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുക. ഈ ഒരു മേഖല 3-4 മേഖല ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാസി തൽക്കാലം രക്ഷപ്പെടും. പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ആകാശക്കൊള്ള. നമ്മൾ വളരെ വേദനയോടുകൂടി നോക്കിക്കാണല്ലാതെ നമുക്ക് ആർക്കും ഒരു പരിഹാരം അക്കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ നിരവധി പ്രക്ഷോഭങ്ങൾ അക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ പ്രവാസി സംഘടനകളും പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും എല്ലാം സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിഹാരവും ഈ ആകാശക്കൊള്ളക്ക് ഉണ്ടാകുന്നില്ല. അതിനൊരു ബദലായിട്ടാണ് എയർ കേരള എന്ന് പറയുന്നൊരു നിർദ്ദേശം ഒരു കാലത്ത് വരുന്നത്. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? എയർ കേരള നമ്മൾ അന്നൊക്കെ സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിച്ച സംഘടനാ പ്രവർത്തനമാണ്. പക്ഷെ അതെന്തോ നമ്മുടെ നാടിൻ്റെ ഇച്ഛാശക്തി കുറവോ അല്ലെങ്കിൽ മറ്റോ ഒന്ന് തള്ളി. പക്ഷെ ഇപ്പോഴതിന് ചാൻസുകളുണ്ട്. കാരണം അതിന് ഏറ്റവും വലിയ ഫോറാണ് ലോക സഭ. ഇത്രയും ആളുകൾ കൂട്ടമായി, ഇത്രയും രാജ്യങ്ങളെ ആൾക്കാരുള്ള കൂട്ടായിട്ടുള്ള സഭ ലോകത്തില്ല, വേറെ ഒരു രാജ്യത്തും ഉണ്ടാവില്ല. ഇത് നല്ല വാല്യൂടുള്ള, ഇവർ പറഞ്ഞാൽ മുഖ്യമന്ത്രി കേൾക്കാവുന്ന രീതിയിലുള്ള ഒരു സഭയാണ്. അപ്പോൾ ഈ സഭയിൽ തന്നെ ഈ പ്രാവശ്യം ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അടുത്ത ലോക കേരള സഭ ആകുമ്പോഴേക്ക് എയർ കേരള വരണം, അല്ലെങ്കിൽ അത് ഇറക്കണം എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അത്ര അക്കാര്യത്തിൽ. പക്ഷേ അത് അത്യാവശ്യമാണ്. നമ്മൾ കപ്പൽ സർവീസിനായിട്ടൊക്കെ അപ്പുറം അത്യാവശ്യമുള്ളൊരു സാധനമാണ് എയർ കേരള. കാരണം എന്താ വെച്ചാൽ കപ്പൽ സർവീസിൽ 6 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ട് ആളിവിടെ എത്തണം. ഇപ്പം പഴയ മാതിരിയല്ല. ഇപ്പോൾ 2 ദിവസത്തെ ലീവിന്, പെരുന്നാൾ ലീവിന് വരുന്ന ആൾക്കാർ, വാപ്പ മരിച്ചിട്ട് വരുന്ന ആൾക്കാർ, അല്ലെ അമ്മ മരിച്ചിട്ട് വരുന്ന ആളുകൾ, കുട്ടികളെ വിവാഹത്തിന് വരുന്ന ആളുകൾ, ഓലൊക്കെ 4-5 ദിവസം നിന്ന് തിരിച്ചു പോകുന്ന ആളുകളാണ്. മുമ്പത്തെ 2 വർഷം കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഇപ്പം ഇല്ല. ആ സിസ്റ്റം മാറി. പഴയ കാലമൊക്കെ ഏറ്റവും ചുരുങ്ങിയ 2 വർഷം നിന്നാൽ 6 മാസം ലീവൊക്കെ അടിച്ചു വരുന്ന ആൾക്കാർ ഇപ്പോൾ 15 ദിവസം 20 ദിവസം പെരുന്നാൾക്കുള്ള 4 ദിവസത്തെ ലീവിന് വരിക, അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ കപ്പൽ സർവീസിന് വലിയ കാര്യം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ അതിൽ 200 കിലോ ലഗേജ് കൊണ്ടുവരാൻ തന്നെ. ഈ ലഗേജ് കൊണ്ടുവരാൻ ആരാ ഉണ്ടാകുക അവിടെ? അത്രയും സാധനം വേണ്ടിയില്ല ഒരാൾക്കും. എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ആകെ കൊണ്ടുവരുന്നത് മുമ്പത്തെമാര് സാധനം കൊണ്ടുവരുന്നില്ല. മുമ്പ് എല്ലാ സാധനവും നമുക്ക് ഫേസ്റ്റ് വരെ അവിടുന്ന് വരണ്ടിനി, സോപ്പ് വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടുവരില്ലേ. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട്. അവനാലെ കയ്യിലുള്ള സൂട്ട് കേസായിട്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും വരുന്നത്. അപ്പോൾ പിന്നെ 200 കിലോ കൊണ്ടുവന്നാൽ തന്നെ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി എത്ര കൊടുക്കണം? 5000 രൂപയുടെ സാധനമാണ് നമ്മൾ സർക്കാർ അലോഡുള്ളത്. ബാക്കിയുള്ളവർക്ക് ഡ്യൂട്ടി വേറെ കിട്ടണ്ടേ? അപ്പോൾ അതൊന്നും ഒരു സാക്ഷരമായ സാധനമല്ല. നമുക്ക് എയർലൈൻ മാത്രമേ സാക്ഷരത ഉള്ളൂ. അത് ഉണ്ടാവാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പം ചെയ്യേണ്ടത്. ഇപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബശ്രീ. ആ കുടുംബശ്രീ കേരളത്തിൽ വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും അത് വളരെ സജീവ സാന്നിധ്യമാണ്. അതുപോലൊരു സംവിധാനം പ്രവാസ ലോകത്ത് ഉണ്ടാവേണ്ടതുണ്ടോ? ഈ വർഷത്തെ ലോക കേരള സഭയിൽ ഈ പ്രാവശ്യം ശക്തമായി ഉയർന്നു നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് പ്രവാസി അല്ലെങ്കിൽ മറ്റെന്തോ ഒരു പേര് ലോകത്തിലെ പ്രവാസികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബശ്രീ മാതൃകയിൽ യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അനുകൂലമായിട്ട് മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ കുടുംബശ്രീനായിട്ട് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം ലോകത്തുള്ള എല്ലാവരും വരുന്നുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ കേരളത്തിലെ ആളുകൾ മാത്രമേ, ഇന്ത്യയിലെ ആളുകൾ മാത്രമേ ഉള്ളൂ. കേരളക്കാരാണ് അതിൻ്റെ ആൾക്കാർ. ഇത് അല്ലെങ്കിൽ ലോകത്തിലെല്ലാ മലയാളികളും ഒത്തുചേരുകയും അവർക്ക് അവരുടെ സമ്പാദ്യം ചെറിയ ചെറിയ നാനോ ഗ്രൂപ്പുകൾ തുടങ്ങാനുള്ള അവസരം അതിലുണ്ടാവും. അത് നല്ല
ചിന്താഗതിയാണ്, നല്ല കാര്യങ്ങളാണ്. എത്രത്തോളം നമ്മളെ നിയമത്തിനുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ പ്രവാസികളുടെ കാര്യത്തിൽ ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്യണമെന്നാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? പ്രവാസികളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നമ്മളൊരു പ്രവാസി വകുപ്പ് വരെ ഇല്ലാത്ത അവസ്ഥയാണ്. മുമ്പൊരു പ്രവാസി വകുപ്പ് എന്നൊരു സാധനം ഉണ്ടായി, ഇപ്പോൾ അതും ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൽ പ്രവാസികളുടെ കാര്യത്തിൽ മറ്റ് എംബസി വിഷയത്തിലായാലും എന്തിലത്തിൽ ഇടപെടാൻ ഏറ്റവും യോഗ്യരായ ആൾക്കാർ. അവരിപ്പോഴും ഈ കഴിഞ്ഞ 10 വർഷമായുള്ള സർക്കാരുകൾ ഇപ്പോഴും കാര്യമായിട്ട് പ്രവാസികളുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടൊരു ഗുണകരമായ രീതിയിലൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കേന്ദ്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ പ്രവാസികൾക്ക് എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം അവർക്ക് തന്നെ ഉണ്ട്. അവർ ഒരു കോൺട്രിബ്യൂഷൻ അടക്കാതെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ സംവിധാനങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളെ എമിഗ്രേഷൻ്റെ ഫണ്ട് ഉണ്ട്, അവിടെ ആ ഫണ്ട് എടുത്ത് മാത്രം അതിൻ്റെ പലിശ മാത്രം കൊടുത്ത പ്രവാസികൾക്കൊക്കെ പെൻഷൻ കൊടുക്കുക. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാലും കേരള ഗവൺമെൻറ്റാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം മുമ്പുണ്ടായിരുന്ന പ്രവാസി വകുപ്പ് രൂപീകരിക്കുകയും അതിനൊരു മന്ത്രിസഭ മിനിസ്ട്രേറ്റ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് കേന്ദ്ര പ്രവാസി പ്രതിവാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് അവർക്ക് ഈ ഫണ്ടൊക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തുകൊണ്ട് എല്ലാ പ്രവാസികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗുണകരമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ കഴിയും. കേരള ഗവൺമെൻറ് സ്പീഡിൽ ചെയ്യാൻ കഴിയില്ല. അവർക്ക് നിയമമൊക്കെ അവരുടെ കയ്യിലാണല്ലോ, എംബസിയിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് വിചാരിച്ചാൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മൾക്കിപ്പോൾ ഒരു എയർലൈൻസ് വരെ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വിഷയം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് എയർലൈൻസ് ഉണ്ട്, ശ്രീലങ്കയ്ക്ക് ഉണ്ട്. നമ്മളെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ദാരിദ്ര്യരേഖ താഴെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും എയർലൈൻസ് ഉണ്ട്. നമുക്കൊരു എയർലൈൻസ് ഇല്ല. പൊതു സാധനമല്ല എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റുപോയി. അപ്പോൾ അതൊക്കെ തിരിച്ച് പുതിയൊരു എയർലൈൻസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേന്ദ്രത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. കാരണം നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളെ നടക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കുവൈത്ത് ഇറാഖ് പ്രശ്നം വന്നെന്ന് എയർ ഇന്ത്യയാണ് നമ്മളെല്ലാവരും അവിടെ തിരിച്ചു കൊണ്ടുവന്നത്. നമ്മൾ ധൈര്യത്തിൽ പറയായിരുന്നു. ഇപ്പം ആരെടുത്ത് പോയാലും നമുക്ക് വാടക കൊടുക്കണം, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഇത് ഈ സർക്കാരിന് നേരിട്ട് ഇടപെടാൻ പറ്റിയ സാധനം എയർ ഇന്ത്യ സർക്കാരിൻ്റെ ഔദ്യോഗിക എയർലൈൻസാണ്. അതൊരു എയർലൈൻസ് പുതിയ സർക്കാർ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രവാസികൾ പൊതുവെ ആവശ്യപ്പെടുന്നൊരു സാധനം. ഇപ്പോൾ താങ്കൾ മലബാറിൽ നിന്നുള്ള ഒരു ലോക കേരള സഭാംഗമാണ്. അപ്പോൾ മലബാറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരുന്ന ഒരുപാട് പ്രവാസികൾ നല്ല സ്കില്ലുള്ള ആളുകളുണ്ട്. നല്ല ഹൈടെക് സ്കില്ലുള്ള ആളുകളാണ് തിരിച്ചു വരുന്ന ആളുകൾ. അവർ സ്കിൽ ഡെവലപ്മെൻറ്റിൽ സർക്കാരിൻ്റെ കീഴിൽ അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ PSCയിലും മറ്റിലൊക്കെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ PSCയിലെ സംവരണം കൊടുക്കുക. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇതര സ്ഥാപനങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇതുപോലുള്ള കുറേ സ്ഥാപനങ്ങൾ സർക്കാരുണ്ട്, കോർപ്പറേഷൻ സ്ഥാപനങ്ങൾ, ബിൽഡിങ്ങൾ. ഇവിടെയൊക്കെ ഇവർക്ക് ബിസിനസ് തുടങ്ങാനുള്ള 30% സംവരണം കൊടുക്കുക. അതുപോലെ കോൺട്രാക്റ്റിംഗ് മേഖലയിൽ സർക്കാർ ഇവർക്ക് 30% സംവരണം ഏർപ്പെടുത്തി കൊടുക്കുക. അതായത് ഇവരുടെ ഗ്രൂപ്പുകൾക്ക് അതിനുള്ള സംവിധാനം ചെയ്യുക. അതോടൊപ്പം ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപനം കോഴിക്കോടോ ആസ്ഥാനമാക്കി വന്നാൽ ഒരുപാട് ആളുകൾക്ക് ഈ ട്രെയിനിങ്ങിലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കും. നല്ല സ്കില്ലുള്ള ആളുകാരാണ്. ഇവിടെ ഒരു എല്ലാ എഞ്ചിനീയർമാരെയും കടത്തി വെട്ടുന്ന സ്കില്ലും മനസ്സുറപ്പുമുള്ള ആളുകളാണ് തിരിച്ചു വരുന്നത്. ഒരു 20-25 വർഷം ജോലി ചെയ്താൽ അവർക്ക് 100% ആത്മാർത്ഥമായി ജോലി ചെയ്താൽ മാത്രമേ ഒരു സ്പോൺസറെ കയ്യിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെറിയൊരു ഫാൾട്ട് കുടുങ്ങി ആ സ്പോൺസർ ഒഴിവാക്കും. ഇവിടുത്തെ മാതിരി സമരമല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്പോൺസറെ കയ്യിൽ 30-40 വർഷം ജോലി ചെയ്യണമെങ്കിൽ അവൻ്റെ ആത്മാർത്ഥതയും അവൻ്റെ സ്നേഹം തന്നെയാണ്. അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ, അവരുടെ സമ്പത്തും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ കേരളം മാറാൻ താമസമല്ല. പക്ഷെ അത് ഇവർ അംഗീകരിക്കണം. പ്രവാസികളെ കേരളക്കാരാണെന്നോ ഇവർക്ക് സമ്പത്ത് ഇവിടെ ഉപയോഗിക്കാൻ ഒരു സന്നദ്ധരാണെന്നോ, ഇവരെല്ലാവരും സന്നദ്ധരാണ്. ഇവരെ സമ്പത്ത് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന അപ്പുറം ഇവർക്ക് കേരളത്തിലെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാണ്. പക്ഷെ അത് സർക്കാർ ശക്തമായ പ്രൊജക്റ്റും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും. ഇപ്പം ഉള്ളത് എന്താ NRI അക്കൗണ്ടിലുണ്ടാവും, അത് ബാങ്ക് മറ്റ് ലെവലിലേക്ക് ഉപയോഗപ്പെടുത്തും. നമ്മൾ പോകുമ്പോൾ 1000 തരും. ആ NRI അക്കൗണ്ടിലെ പൈസ തീർന്നു കഴിഞ്ഞാൽ നമ്മളെ ബാങ്ക് മാനേജർ വരെ തിരിഞ്ഞു നോക്കൂല. അത് അവർ ലോൺ വരെ അവർ തരുമില്ല. അതോടൊപ്പം തന്നെ നോർക്ക കൊടുക്കുന്ന ലോണ്, പ്രവാസി പുനരധിവാസ ലോൺ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കുന്ന ലോണ്, ആ ലോണ് സുതാര്യമാക്കിയിട്ട് വ്യക്തിയധിഷ്ഠമായി കൊടുക്കാതെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൊടുത്തിട്ട് അവരെ കൈപ്പിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് നോർക്ക ചെയ്യേണ്ടത്, സർക്കാരും ചെയ്യേണ്ടത്. ഇത് ലോണ് വ്യക്തികൾക്ക് കൊടുക്കും, കിട്ടിയ ലോൺ കൊണ്ട് കുടുങ്ങി അടക്കാൻ കഴിയില്ല.
വാഹന ലോണൊക്കെ കൂടുതൽ കൊടുക്കുന്നത്. ഇവരിത് അടക്കാൻ കഴിയില്ല. അതായത് വ്യക്തിയായിട്ട് അപ്പോൾ ഗ്രൂപ്പുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രൊജക്റ്റാക്കി പ്രസ്ഥാനമാക്കി മാറ്റി അതിലേക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക. അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ സോഷ്യൽ വെൽഫെയർ ഫണ്ട് ഉണ്ട്, അതൊക്കെ പ്രവാസി പ്രതിവാസം വേണ്ടി ഉപയോഗപ്പെടുത്താം. അതിന് സർക്കാർ തയ്യാറാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തയ്യാറായാൽ ബാങ്കിൻ്റെ ആ ഒരു ഫണ്ട് നിശ്ചിത ശതമാനം അവരെ സോഷ്യൽ ഫണ്ടിൽ നിന്ന് അവർ നിശ്ചിത ശതമാനം പ്രവാസി പ്രതിവാസത്തിന് കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ വിചാരിച്ചാൽ നടക്കുമല്ലോ. ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേരളം ഇന്ത്യയൊന്നും മാറാൻ താമസമല്ല. പ്രവാസികൾ അംബാസിഡർമാരായിട്ട് അന്തസ്സോടെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലോക കേരള സഭ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രതിവർഷം ഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അങ്ങനെ കാര്യം? പ്രതിപക്ഷം സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ അഭിപ്രായത്തിൽ ഞാൻ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അവരെ ഈ നിലപാട് പ്രവാസികളെ സംബന്ധിച്ചും ദോഷമാണ്. അവർ അന്തസ്സായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ അടുത്ത പ്രസംഗിക്കേണ്ട ആൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ പറ്റിയൊരു വേദിയാണ് ഈ ലോകസഭ. ഈ രീതിയിൽ പോരാ, ഇത് മാറ്റം വരുത്തണം, ഇതിൽ ആർഭാടമാണ്, ഇത് ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ ആ വേദിയിൽ വന്ന് പറയുമ്പോൾ തീരുമാനം അവിടെ ഉണ്ടാവും. ഇത് ഇവർ ബഹിഷ്കരിക്കുമ്പോൾ തോന്നിയമായി നടക്കും. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ഇതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെ എന്നുള്ള പ്രവാസി മലയാളികളെ കേൾക്ക പറഞ്ഞാൽ കുറേ ആൾക്കാർ അംഗീകരിക്കേണ്ടാവും. മാറ്റങ്ങൾ വരുത്തുക, ചർച്ച ചെയ്യുമ്പോൾ മാറ്റം വരുത്തുക. ആ ചർച്ചയ്ക്ക് പ്രതിപക്ഷം ഇതുവരെ തയ്യാറല്ല. അത് പ്രവാസികളോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ്. പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദിയിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാംഗങ്ങളെ ഇരുത്തി പറയേണ്ട വേദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാസി മലയാളികളുടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവും. ഇതെല്ലാ വർഷവും ഇവർ പറയും അത് ആർഭാടാണ്, ധൂർത്താണ്, അതിനെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. ഇത് എന്താണ് ആർഭാടം, എന്താണ് ധൂർത്ത്, എന്തായാലും പോരാവെന്ന് ആ വേദി എന്ന് പറയാനുള്ള അവസരം ഇവർക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വിഷയം. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ വിഷയത്തിൽ പ്രവാസികളുള്ള അവഹേളനം, അവരുടെ പരാജയം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവാസികളെ സഹായിക്കാനുള്ള സംവിധാനമാണ് നോർക്ക. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവാസികൾക്ക് എന്തെങ്കിലും പരിഗണന കൊടുക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടോ താങ്കൾക്ക്? അത് ഞങ്ങൾ സംഘടനാപരമായിട്ട് തന്നെ സർക്കാരിനോട് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോർക്കയുടെയും ക്ഷേമനിധി ബോർഡിൻ്റെയും എല്ലാ സ്ഥാപനങ്ങളും പ്രവാസങ്ങൾ അറിയുന്ന, പ്രവാസത്തിൻ്റെ വിഷമങ്ങൾ അറിയുന്ന, ഇവരുടെ ദുഃഖങ്ങൾ അറിയുന്ന ആളുകളെ, ഒരു 30% ആളുകളെ നിയമിക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രവാസി കയറി വന്നാൽ, അവർ കയറി വന്നു കഴിഞ്ഞാൽ അവരെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് പ്രവാസിയുടെ ബുദ്ധിമുട്ട് എന്നുള്ളത്. അത് പ്രവാസിക്കേ മനസ്സിലാവും. ലോകത്താർക്കും പ്രവാസിന് ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അവിടെ പോയിട്ട് 4 വർഷം അറബിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം 1.5 നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. 1.5 നേരം, 2 നേരം ഭക്ഷണം അല്ല ഒരു പ്രവാസിക്കും. അതുകൊണ്ടാണ് ഈ PSC വരുന്നത്. പ്രഷറും കൊളസ്ട്രോളും അൾസറൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കുറവുകൊണ്ടാണ്. കാരണം ഇവരുടെ ജോലി അങ്ങനെയാണ്. അങ്ങനെ വരുന്ന ആളുകളെ ആ വേദിയിൽ ഇരുത്തുമ്പോൾ അതിൽ കഴിവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എല്ലാവരും ഇരുത്താന്നില്ലല്ലോ. അതിന് കഴിവുള്ള നല്ല എഡ്യൂക്കേറ്റഡായ ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ അവിടെ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ, ഡെയിലി ബേസിൽ ഇരുത്തിയാൽ മതി. എന്നാൽ പ്രവാസികൾക്ക് ഒരു 90% പ്രശ്നങ്ങളും തീരും. കാരണം നമ്മളൊരു പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇവർക്കിത് അറിയില്ല. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൻ്റെ ഒരു വിഷമങ്ങളും അറിയില്ല. അവരെ ഡെപ്യൂട്ടേഷന് വന്ന ആൾക്കാരായിരിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം വന്ന ആൾക്കാരായിരിക്കുക. അവർക്ക് അവരുടെ ടൈം കഴിക്കുക എന്നതിലപ്പുറം ആത്മാർത്ഥമായി ഇടപെടാൻ സാധിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമങ്ങൾ കുറേ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് പ്രവാസിയുള്ള ആളുകളെ, കഴിവുള്ള ആളുകളെ നോർക്കയുടെയും ക്ഷേമനിധി ബോർഡിൻ്റെയും ഓഫീസുകളിൽ 30% ആളുകളെ അവിടെ നിയമിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന, വർഷങ്ങളെ ആവശ്യപ്പെടുന്ന ഒരു വലിയ സംഭവമായിരുന്നു. കേരളത്തിൻ്റെ വികസനത്തിൽ, കേരളത്തെ പുതുക്കി പണിയുന്നതിൽ ഏറ്റവും അധികം സംഭാവന ചെയ്ത വിഭാഗമാണ് പ്രവാസി സമൂഹം. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായ ഒരു പ്രസ്ഥാനമാണ് ലോക കേരള സഭ. ശ്രീ ഗുലാം ഹുസൈൻ കൊളക്കാടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിലുള്ള എല്ലാ പ്രവാസികൾക്കും സമ്മേളിക്കാനുള്ള, അവിടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ് ലോക കേരള സഭ. ആ ലോക കേരള സഭയുടെ പ്രതിനിധിയായി സ്ഥാനമേറ്റ, ചുമതലയേറ്റ അങ്ങയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളാണ് പ്രവാസി സമൂഹവും കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളുമായുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം.